സമയത്ത് ടാക്സ് റിട്ടേൺ സമർപ്പിക്കുക എന്നുള്ളത് ഏതൊരു ടാക്സ് പേയറുടെയും ഒരു അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ജൂലൈ 31 മുമ്പ് എങ്ങനെ നമ്മൾക്ക് സ്വന്തമായി ടാക്സ് ഫയൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. റുപ്പി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പേഴ്സണൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യങ്ങളും ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്ന ഒരു ചാനലാണിത്. ടാക്സ് വെട്ടിക്കാതെ ജീവിക്കുക, സമയത്ത് ടാക്സ് ഫയൽ ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളാണ് ഏതൊരു ടാക്സ് പേയറും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുമാനമുള്ള ഏതൊരാളും ആ വർഷത്തെ ജൂലൈ 31 മുൻപ് ടാക്സ് ഫയൽ ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരും, ഫൈൻ അടയ്ക്കണം, അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. സാധാരണക്കാർക്ക് 2.5 ലക്ഷം, സീനിയർ സിറ്റിസന് 3 ലക്ഷം, സൂപ്പർ സീനിയർ സിറ്റിസൺ 80 വയസ്സിന് മേലിലുള്ളവർക്ക് 5 ലക്ഷം, അത്രയും വരെ ആണ് നമ്മളുടെ വരുമാനമെങ്കിൽ ടാക്സ് ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടുതലുള്ളവർ എന്തായാലും ഫയൽ ചെയ്യണം. കുറഞ്ഞ വരുമാനമുള്ളവർക്കും ടാക്സ് ഫയൽ ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരു ലോൺ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ്. അതുകൊണ്ട് ടാക്സ് ഫയൽ ചെയ്യുക, കൃത്യസമയത്ത് ഫയൽ ചെയ്യുക, കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാം. ടാക്സ് ഫയൽ ചെയ്യുന്നത് 3 കാര്യങ്ങൾക്കായിട്ടാണെന്നാണ് പറയാം. ഒന്ന്, നമ്മളുടെ നികുതി വിധേയ വരുമാനം കൃത്യമായിട്ട് കാണിക്കുന്നതിന്. അതുപോലെ നമ്മൾ ടാക്സ് സേവ് ചെയ്യുന്നതിന് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ടാക്സ് കൊടുക്കാനും, അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് നമ്മളുടെ അടുത്ത് നിന്ന് ഗവൺമെൻറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നതിനും. ഇങ്ങനെ 3 കാര്യങ്ങൾക്കാണ് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നത്. ടാക്സ് ഫയൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ 5-10 മിനിറ്റ് കൊണ്ട് ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓൺലൈനായിട്ട് സാധിക്കും, മറ്റൊരാളുടെയും സഹായം വേണ്ട. അങ്ങനെ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇതല്ല, നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ സമീപിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ മറ്റ് പല സൈറ്റുകളുമുണ്ട്. പക്ഷേ അവർ 300 മുതൽ 1000-2000 രൂപ വരെയൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യും. ആ പൈസ നിങ്ങൾക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ടാക്സ് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ പാൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. 2, നിങ്ങളുടെ ആധാർ നമ്പറും ആധാർ കാർഡും ഉണ്ടായിരിക്കണം. നിങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നടത്തിയിട്ടുള്ള ബാങ്ക് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുള്ള ബാങ്കുകളുടെ സ്റ്റേറ്റ്മെൻറ്റോ അതിൻ്റെ ഡീറ്റെയിൽസോ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോം ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോം ലോൺ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടാക്സ് സേവ് ചെയ്യുന്നതിനായിട്ട് LIC അടച്ചിട്ടുണ്ടാവാം, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളുടെ കോപ്പികൾ, സ്റ്റേറ്റ്മെൻറ്റ് കോപ്പികൾ ഉണ്ടാവാം. പിന്നെ നിങ്ങൾ ഒരു ശമ്പള വരുമാനക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്കൊരു ഫോം 16 എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് തന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം. അതുപോലെ നിങ്ങൾ ടാക്സ് അടച്ചതിനുള്ള രേഖയായിട്ടുള്ള ഫോം 26 AS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമുണ്ട്, അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ടാക്സ് ഫയൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നതിന് 2-3 ഫോമുകളുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഫോമാണ് ITR 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോം. ഇതിന് കൂടാതെ ITR 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ പല ഫോമുകളുണ്ട്. സാധാരണ 50 ലക്ഷം വരെ വരുമാനമുള്ള ഒരാൾക്ക്, ഒരു ജോലിയുള്ള അല്ലെങ്കിൽ ജോലിയില്ലാത്തതായാലും 50 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരു വീട്ടിൽ നിന്ന് ആദായം കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുമാനം 50 ലക്ഷത്തിൽ കവിയാത്ത വരുമാനമുള്ള ഏതൊരാൾക്കും ITR 1 എന്ന് പറഞ്ഞ ഫോം ഉപയോഗിച്ച് ടാക്സ് ഫയൽ ചെയ്യാം. വളരെ എളുപ്പമാണ്. അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് വേണ്ടത് ഗൂഗിളിൽ ഇൻകം ടാക്സ് റിട്ടേൺ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇൻകം ടാക്സിൻ്റെ സൈറ്റിലേക്ക് എത്തും. ആദ്യത്തെ ലിങ്ക് ക്ലിക്കുമ്പോൾ അവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ യുവർ സെൽഫ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ നമ്പർ ചോദിക്കും, നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ID-യിലേക്കും ഓരോ പാസ്കോഡ് വരും. ആ പാസ്കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾ ഓൾറെഡി ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ഹിയർ എന്നുള്ള ബട്ടനാണ്.
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കാനും അതുവഴി പാസ്വേഡ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം ആ കോഡും കൂടെ ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് കിട്ടുക, ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് വ്യൂ റിട്ടേൺ/ഫോംസ് എന്നുള്ളത്. പഴയ റിട്ടേണുകൾ കാണുന്നതിനാണ് രണ്ടാമത്തെ ഓപ്ഷൻ. നമ്മളിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഇയർ 2019-20 എന്ന് കൊടുക്കുക. ITR 1 എന്നുള്ള ഫോം സെലക്ട് ചെയ്യുക. ഫില്ലിംഗ് ടൈപ്പ് ഒറിജിനൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സബ്മിഷൻ മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ എന്നുള്ള മോഡ്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടരുക. അപ്പോൾ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും. അങ്ങനെ വരുമ്പോൾ ഈ പേജിൽ 7-8 ടാബ്സ് ഉണ്ടാവും. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് ആണ്, അത് വായിച്ച് നോക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഈ പേജിൽ നമ്മളുടെ ഡീറ്റെയിൽസ് പ്രീ ഫിൽഡ് ആയിട്ട് വരും. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് അതിൽ വന്നിട്ടില്ല, അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ ഇടയ്ക്ക് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോയി നമ്മളുടെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ B1 എന്ന് പറയുന്നത് നമ്മളുടെ സാലറിയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ മറ്റ് എലവൻസുകളുടെ ഡീറ്റെയിൽസ് ആ രണ്ടാമത്തെ സെക്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു ഇൻകം വരുന്നത് അവിടെ നമുക്ക് കാണാം. ടോട്ടൽ ഇൻകം ചാർജബിൾ അണ്ടർ ഹെഡ് സാലറി എന്നുള്ളതിൽ ടോട്ടൽ ഇൻകം നമ്മളുടെ ഫോം 16 അതേ എമൗണ്ട് വരും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് ഇദ്ദേഹം ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിൻ്റെ വാടക എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ടാക്സ് അടച്ചിട്ടുള്ള എമൗണ്ടും കൂടെ ടൈപ്പ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റിൽ റിബേറ്റ് കിട്ടുമല്ലോ, അത് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് അത് കുറഞ്ഞ് മൊത്തം ടാക്സബിൾ ഇൻകം അവിടെ കാണിക്കും. ഇപ്പോൾ ഗ്രോസ് ആയിട്ടുള്ള ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,68,000 സംതിങ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സേവിങ്സ് അക്കൗണ്ടിൽ നിന്നുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ട്, അത് 2,000 രൂപ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ B4 എന്നുള്ളതിൽ ടോട്ടൽ ടാക്സ് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത പാർട്ട് സി എന്ന് പറയുന്ന സെക്ഷൻ ഡിഡക്ഷൻസ് ആണ്. നമ്മളുടെ ATC ഡിഡക്ഷൻസ്, അതായത് LIC, നാഷണൽ സേവിങ്സ് സ്കീം, PPF അങ്ങനെയുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ATCയിൽ കൊടുക്കണം. അതുപോലെ പെൻഷൻ സ്കീമിൻ്റെ ATCCയിലും ATCCDയിൽ മറ്റ് EPSൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ 80D സെക്ഷനിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് നമുക്ക് കൊടുക്കാം. അതിലെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ 80C മുതൽ 80U വരെയുള്ള സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നടത്തിയിട്ടുള്ള ഡിഡക്ഷൻസ് നമ്മൾ കൊടുത്ത് വരുമ്പോൾ C2 എന്ന് പറഞ്ഞ കോളത്തിൽ ടോട്ടൽ ഇൻകം കാണിക്കും. അതിപ്പോൾ 1,68,000 സംതിങ് ആണ് അവിടെ കാണിക്കുന്നത്. അത് ഓക്കെയാണ്. ഇനി മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ റിപ്പോർട്ടിംഗ് പർപ്പസിനായിട്ട് വേണ്ടി മാത്രം, നമ്മൾ കാൽക്കുലേഷനിലല്ല, റിപ്പോർട്ടിംഗ് പർപ്പസിൽ മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നേരത്തെ കാണിച്ച സെക്ഷനിൽ കാണിക്കാം. അപ്പോൾ ടോട്ടൽ ടാക്സ് ആണ് പാർട്ട് ഡിയിൽ കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ടാക്സ് ഒന്നും അടയ്ക്കാൻ ഇല്ല. ടോട്ടൽ ടാക്സ് അവിടെ ഒന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1,68,000 ഉള്ളൂ. 2,50,000 കൂടുതലാണെങ്കിൽ മാത്രമേ വേണ്ടൂ. അപ്പോൾ സേവ് അടിച്ച് നെക്സ്റ്റ് പേജിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് ആണ് അടുത്ത സെക്ഷനിൽ കാണിക്കുന്നത്. നമ്മളുടെ സാധാരണ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസിലാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ഇൻകം TDS ആയിട്ട് പിടിച്ചിട്ടുള്ള എമൗണ്ട് TDS എന്ന് പറഞ്ഞ സെക്ഷനിൽ, ഇപ്പോൾ കാണിക്കുന്ന സെക്ഷനിൽ കാണിക്കും. അതുപോലെ മറ്റെന്തെങ്കിലും സോഴ്സിൽ നിന്ന് ടാക്സുകൾ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഈ കേസിൽ ഒന്നുമില്ല. നമ്മളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടാക്സ് സർട്ടിഫിക്കറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടുകൾ നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അവിടെ സാധാരണ നിലയ്ക്ക് ഫില്ല് ചെയ്ത് വരും, ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ടാക്സസ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷനാണ്. ടോട്ടൽ ടാക്സ് പെയ്ഡ് ഇവിടെ കറക്റ്റായിട്ടാണോ വരുന്നത് എന്നുള്ളത് നമ്മൾ എൻറ്റർ ചെയ്യണം. ടോട്ടൽ TCS അല്ലെങ്കിൽ ടോട്ടൽ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ D12 എന്ന സെക്ഷൻ കറക്റ്റായിട്ടാണോ എന്ന് നോക്കണം. എമൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞത് നമ്മളുടെ ടോട്ടൽ ടാക്സ് പേയബിൾ ആണ്. അങ്ങനെ അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും റീഫണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ടാക്സ്. അപ്പോൾ കൂടുതൽ ടാക്സ് നമ്മൾ അടയ്ക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പേ ടാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പ്ലേസും ഡേറ്റും എല്ലാം കൊടുത്തു. അതിനുശേഷം ഐ വുഡ് ലൈക്ക് ടു
ഈ വെരിഫൈ വിത്തിൻ 120 days ഓഫ് ഡേറ്റ് ഫയലിംഗ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഇവിടെ ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയതിൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിൽ TDS 0 ആയതുകൊണ്ട് അദ്ദേഹം അത് 0 എന്ന് കൊടുത്തു. ഇനി അത് സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുത്തതിന് ശേഷം ഞാൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇൻഫർമേഷൻ നമുക്ക് പ്രിവ്യൂ മോഡിൽ കിട്ടും. അങ്ങനെ പ്രിവ്യൂ മോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ITR സബ്മിറ്റായി. അപ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും. ഇനി ഇത് നമ്മൾ വെരിഫൈ ചെയ്യണം. വെരിഫൈയുടെ ഇത് അടുത്തൊരു ഇതിൽ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സ് എങ്ങനെ സ്വന്തമായിട്ട് മറ്റൊരാളുടെയും സഹായം ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കരുതുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് എഴുതാം. അതുപോലെ തന്നെ rupimonk@gmail.com മെയിൽ അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇനി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടാക്സ് അടുത്ത വർഷം സേവ് ചെയ്യുന്നതിനായിട്ട് നിരവധി ഓപ്ഷനുകളുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ആ സ്ക്വയർ ഐക്കണിൽ നിങ്ങൾക്ക് കാണുന്നത്. ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടാക്സ് സേവ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ സർക്കിളിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റുപ്പിമങ്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വഴി നിങ്ങൾക്ക് റുപ്പിമങ്കിൻ്റെ അടുത്ത വീഡിയോസ് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും.